ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ ആശാ പ്രവർത്തകർ സമരത്തിലാണ്. അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 50 ദിവസം കഴിഞ്ഞു. നിരാഹാര സമരമാകട്ടെ 12ാം ദിവസത്തിലാണ്. ഇന്ന് സമരം ഒരു പുതിയ തലത്തിലേക്ക് കടന്നു. കണ്ടു നിന്നവരുടെ കണ്ണ് നിറച്ച കാഴ്ചയായിരുന്നു. മുടി മുറിച്ചും തലമുണ്ടനം ചെയ്തും ആശമാർ അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഞങ്ങളുടെ വളരെ നന്ദി അറിയിക്കുക. കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിന് ഏറ്റവും സമരവേദിയിൽ നിന്ന് നമുക്കൊപ്പം ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ഇന്ന് പോലും ഈ വെട്ടിയ തലമുടി അത് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിന് കൊടുത്തയക്കണം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ഇനി ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിന്റെ ഗതി എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ? ജിബിൻ, ആര്യ, ഈ സമരം തുടങ്ങിയ ദിവസം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ സമരത്തിന്, പ്രത്യേകിച്ച് സമരം നയിക്കുന്നവരെയും സമരത്തിന് ഇരിക്കുന്നവരെയും ഒക്കെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് ഈ പല സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തായിട്ടുള്ള ഭരണ പാർട്ടിയുടെ പല സംഘടനകളുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ സമീപനം, അതായത് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട ഇനി ഒരു ചർച്ചയ്ക്കൊന്നും തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്വീകാര്യത ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂട്ടിയുറപ്പിക്കുന്ന ഒരു FB പോസ്റ്റാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതായത് ഇന്ന് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ തലമുണ്ടനം ചെയ്തവർ ആ മുടിയൊക്കെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്ര സർക്കാരിലേക്ക് എത്തിക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത്. അതായത് ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട ഇനി സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്യേണ്ടത് ഇനി കേന്ദ്ര സർക്കാരാണ്, അവരിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ പ്രസ്താവനയോടെ ഉറച്ചിരിക്കുക. എന്തായാലും ഈ ഒരു സമരത്തിൽ നിന്ന് ഒരു അടി പിന്നോട്ട് വിവരങ്ങൾ നൽകിയത്.